കടന്നു വരുന്ന സാഹചര്യം ഉണ്ടാവും. ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് തറയുടെ മുകളിൽ ബെൽറ്റ് കൊടുത്തിട്ട് അതൊക്കെ നമുക്ക് ഒരുവിധം പ്രതിരോധിക്കാൻ കഴിയുന്നതാണ്. എല്ലാവരും ധരിച്ചു വെച്ചിരിക്കുന്നത് നമ്മുടെ തറയുടെ മുകളിൽ കൊടുക്കുന്ന ബെൽറ്റുകൾക്കും നമ്മുടെ ബീമുകളൊക്കെ പോലെ ലോഡ് താങ്ങി നിർത്താനുള്ള കഴിവ് ഒക്കെ ഉണ്ട് എന്നാണ്. പക്ഷെ അങ്ങനെയുള്ള കഴിവുകളൊന്നും ഈ ബെൽറ്റ് എന്ന് പറയുന്ന സാധനത്തിനില്ല. വരുന്ന ലോഡുകൾ യഥാവിധം എല്ലായിടത്തും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ ഈ ലീക്ക്, ഈ കാപ്പിലറി ആക്ഷൻ മുഖേന വരുന്ന ഈ നനവിനെ പ്രതിരോധിക്കുക, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളെ ഇതുകൊണ്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഈ ചുവന്ന കല്ല് ചെങ്കല്ല് കൊണ്ടൊക്കെയാണ് തറ പണിതതെങ്കിൽ നിർബന്ധമായും തറയുടെ മുകൾ ഭാഗത്ത് ബെൽറ്റ്. എല്ലാവരും ധരിച്ചു വെച്ചിരിക്കുന്നത് നമ്മുടെ തറയുടെ മുകളിൽ കൊടുക്കുന്ന ബെൽറ്റുകൾക്കും നമ്മുടെ ബീമുകളൊക്കെ പോലെ ലോഡ് താങ്ങി നിർത്താനുള്ള കഴിവ് ഒക്കെ ഉണ്ട് എന്നാണ്. പക്ഷെ അങ്ങനെയുള്ള കഴിവുകളൊന്നും ഈ ബെൽറ്റ് എന്ന് പറയുന്ന സാധനത്തിനില്ല. വരുന്ന ലോഡുകൾ യഥാവിധം എല്ലായിടത്തും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ ഈ ലീക്ക്, ഈ കാപ്പിലറി ആക്ഷൻ മുഖേന വരുന്ന ഈ നനവിനെ